പള്ളിത്തർക്കത്തിൽ സമവായ സാധ്യത തുറന്നു. ഓർത്തഡോക്സ് സഭ, ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യം ഉണ്ടാകണമെന്ന് ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യമുണ്ടാകണമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പറഞ്ഞു. വിവരങ്ങളുമായി ബീന റാണി ഒപ്പം ചേർന്നു. ബീന, വലിയൊരു വാർത്തയാണിത്. എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്ന പള്ളിത്തർക്കത്തിന് അവസാനം കുറിക്കുന്നതിന് തുടക്കമോ ഇത്? ദിവസമാണ് യാക്കോബായ സഭയ്ക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത്. അതായത് യാക്കോബായ സഭയുടെ 6 പള്ളികളും വിട്ടു നൽകണം. പള്ളികളുടെ ഭരണനിർവഹണം ഓർത്തഡോക്സ് സഭയ്ക്കായിരിക്കും. ഇത് 2017 സുപ്രീം കോടതി വിധി അന്തിമമാണ്. നിങ്ങൾ കോടതി അലക്ഷ്യത്തിലാണ് എന്നാണ് യാക്കോബായ സഭയുടെ സുപ്രീം കോടതി വ്യക്തമാക്കിയത്. എത്രയും വേഗം പള്ളികൾ കൈമാറണം. ഒപ്പം തന്നെ ക്രിസ്മസ് പ്രമാണിച്ച് യാക്കോബായ സഭ തേടിയ യാതൊരു ഇളവും സുപ്രീം കോടതി അനുവദിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു സമവായ സാധ്യത തുറന്ന് ഓർത്തഡോക്സ് സഭ മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയാണ് ഇത്തരത്തിൽ യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യം ഉണ്ടാകണമെന്ന് ഒരു ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യം ഉണ്ടാകണമെന്നാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലങ്കര സഭയിൽ വ്യവസ്ഥാപിത സമാധാനത്തിനാണ് അദ്ദേഹം ഇതുവഴി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പെരുമ്പാവൂരിൽ നടന്ന മലങ്കര വർഗീസ് അനുസ്മരണ യോഗത്തിലാണ് കത്തോലിക്ക ബാവയുടെ ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം ഉണ്ടായിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായത് ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ദിനത്തിൽ സംബന്ധിക്കാൻ അന്ത്യോക്യ പാത്രിയർക്കീസ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ ബാവ അടുത്ത മാസം കേരളത്തിൽ എത്താനിരിക്കുകയാണ്. ഇത്തരത്തിൽ ഓർത്തഡോക്സ് സഭ ഒരു നയം മാറ്റം വ്യക്തമാക്കിയിട്ടുള്ളതെന്നാണ്. ഈ നയം മാറ്റം പള്ളിത്തർക്കത്തിൽ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും മലങ്കര സഭ അധ്യക്ഷൻ ഇത്തരത്തിൽ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഇത്തരത്തിൽ ഒരു ആഹ്വാനം ചെയ്തത് പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യം ഉണ്ടാകണമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറയുന്നത്. ആ ഐക്യം എന്ന വാക്കിന് എത്ര കണ്ട് വിശാലമായ അർത്ഥമാണ്? ഒരിക്കലും പരിഹാരം കാണാതെ കിടന്ന ഒരു വിഷയമാണ് യാക്കോബായ ഓർത്തഡോക്സ് സഭ തർക്കം. ഇതിനിടയിലാണ് തിരിച്ചടി പോലെ സുപ്രീം കോടതി വിധിയും വന്നത്. 1934 സഭാ ഭരണഘടനയിൽ ഊന്നിയാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചത്. 6 പള്ളികളും യാക്കോബായ സഭ വിട്ടു നൽകണം. ആ പള്ളികളുടെ ഭരണനിർവഹണം ഓർത്തഡോക്സ് സഭയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് പള്ളികൾ എത്രയും വേഗം കൈമാറണം. ഉത്തരവ് നടപ്പാക്കിയ ശേഷം 17-ന് കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു സമവായ സാധ്യത അല്ലെങ്കിൽ ഐക്യം ഉണ്ടാകണമെന്ന ഒരു സഭ അധ്യക്ഷൻ തന്നെ മുന്നോട്ട് വന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ഈ പള്ളി തർക്കത്തിന് നിർണായകമാകുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യം ഉണ്ടാകണമെന്നാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പാത്രിയർക്കീസ് ബാവ കേരളത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ്, അതായത് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയർക്കീസ് ബാവ കേരളത്തിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരം ഒരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും മലങ്കര സഭയിൽ വ്യവസ്ഥാപിത സമാധാനത്തിനാണ് ഇപ്പോൾ അധ്യക്ഷൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇത് വരും നാളുകളിൽ പള്ളിത്തർക്കത്തിന് എത്രത്തോളം നിർണായകമാകുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പള്ളിത്തർക്കത്തിൽ സമവായ സാധ്യത തുറന്നിട്ട് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണമെന്ന് ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. കുറ്റങ്ങളും കുറവുകളും മറന്ന് ഐക്യമുണ്ടാകണമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഏറെക്കാലമായി നിലനിൽക്കുന്ന തർക്കത്തിന് അന്ത്യം കുറിക്കുന്നതിൻ്റെ തുടക്കമാണിത് എന്ന് തോന്നിപ്പിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ബീന റാണി.